പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്ത പരിപാടിയുടെ വേദി മാറ്റിയതും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിനെയും ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ പോര്. വിഷയത്തിൽ രാഷ്ട്രപതി വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന് പിന്നാലെ തൃണമൂൽ സർക്കാർ എല്ലാ അതിരും ലംഘിക്കുന്നതായി പ്രധാനമന്ത്രി തുറന്നടിച്ചു. BJPയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി രാഷ്ട്രീയം കളിക്കുന്നുവെന്നായിരുന്നു മമതാ ബാനർജിയുടെ മറുപടി. മമതാ ബാനർജിക്ക് തന്നോട് എന്താണ് ദേഷ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചോദിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അന്താരാഷ്ട്ര സാന്താൾ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ രാഷ്ട്രപതി മുർമു തൻ്റെ പരിപാടിയുടെ വേദി അവസാന നിമിഷം മാറ്റിയതിൽ ശക്തമായ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് തരത്തിലുള്ള പരസ്പരം പോരും വാഗ്വാദവും ഒക്കെ സംഭവിച്ചത്. ദ്രൗപദി മുർമുവിൻ്റെയും മമതാ ബാനർജിയുടെയും വാക്കുകളിലേക്ക്. प्रशासन का क्या हुआ बाद में ताली बजाना लास्ट में पता नहीं प्रशासन का मन में क्या हुआ मुझे पता है. हम तो आसानी से यहाँ आए. उन्होंने बोले नहीं वहाँ जगह कंजेस्टेड है. मैंने देखा यहाँ तो मुझे लगता है 5 लाख लोग यहाँ इकट्ठे हो सकते, लेकिन पता नहीं वहाँ इसलिए हमको ले गए. यहाँ के भाइयों बहनों ज्यादा नहीं जा पाए. আমার খারাপ লাগে দেখে যখন বাংলাকে টার্গেট করে বাংলার সাথে এত অত্যাচার হয়. আরো তো ভারতবর্ষে অনেক পলিটিক্যাল পার্টি আছে, অন্যদের উপরে কোনো অত্যাচার হলে আমরা প্রতিবাদ করি. এটা আমাদের প্রতিবাদের ഭാഷ. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാകേഷ്, മമത കേന്ദ്ര പോര് പുതിയ കാര്യമല്ല, നമ്മൾ മിക്ക ദിവസങ്ങളിലും മിക്ക ആഴ്ചകളും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെയാണ് മമതയുടെ നീക്കം എന്നുള്ളത് പ്രധാനമാണ്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും എന്നൊക്കെയുള്ള സൂചനകൾ മമതയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രഞ്ജിത്ത്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മമതാ ബാനർജിയും കേന്ദ്ര സർക്കാരും തമ്മിൽ പോര് തുടങ്ങിയിരിക്കുകയാണ്. ഇത്തവണ രാഷ്ട്രപതിയുടെ സന്ദർശനം, ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കാത്തതിനെ ചോദ്യം ചെയ്തുള്ള കേന്ദ്ര വിമർശനം, ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ പോര് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെയാണ് അന്താരാഷ്ട്ര സാന്താൾ സമ്മേളനം, 9ാമത് സാന്താൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സംസ്ഥാനത്ത് എത്തിയത്. കാരണം ഈ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്, ഈ സമ്മേളനം നിശ്ചയിച്ചത് ബിധാൻ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ വേദി മാറ്റുകയും ഗോഷായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുകയുമായിരുന്നു. എന്നാൽ ഈ വേദി മാറ്റിയതിലാണ് ആദ്യം അതൃപ്തി രാഷ്ട്രപതി പ്രകടമാക്കിയത്. കാരണം ചെറിയ വേദിയാണ് ഒന്നാമത് നൽകിയത്. രണ്ടാമത് നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ വേദി മാറ്റിയപ്പോൾ പലർക്കും എത്താൻ കഴിഞ്ഞില്ല എന്നാണ് രാഷ്ട്രപതി അതൃപ്തിയായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരുപക്ഷെ മുഖ്യമന്ത്രി വിചാരിച്ചത് ആരും എത്തില്ല, താനും മടങ്ങിപ്പോകുമെന്നായിരിക്കുമെന്ന് കൂടി രാഷ്ട്രപതി സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനൊപ്പം കൂടിച്ചേർത്ത പ്രധാനപ്പെട്ട കാര്യം, താനും ബംഗാളിൻ്റെ മകളാണ്, പക്ഷേ തനിക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട്, എന്തുകൊണ്ടാണ് തന്നോട് ഇത്തരം നീരസം എന്ന് അറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രപതി സൂചിപ്പിക്കുകയും ചെയ്തു. മാത്രവുമല്ല, മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങായിട്ട് പോലും വിട്ടുനിന്നതിലുള്ള അതൃപ്തിയും രാഷ്ട്രപതി പരസ്യമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാഷ്ട്രപതി ഈ നീരസം പ്രകടിപ്പിച്ചതിന് വീഡിയോ കൂടി പങ്കുവെച്ചുകൊണ്ട് കടന്ന കൈയാണിപ്പോൾ ബംഗാൾ സർക്കാർ ചെയ്യുന്നത് എന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. കാരണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എല്ലാവരുടെയും ഹൃദയം തകർക്കുന്ന ഒരു നിലപാടാണ് ബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, സാന്താൾ വിഭാഗത്തിലുള്ളൊരു നേതാവ് കൂടിയാണ് ദ്രൗപദി മുർമു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം നടപടി ബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. പക്ഷേ മമതാ ബാനർജി ഇതിനോട് തിരിച്ചടിച്ചത് രാഷ്ട്രീയം കളിക്കുന്നു, അതായത് BJPക്ക് വേണ്ടി രാഷ്ട്രപതിയെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നു എന്ന വിമർശനമാണ് മമതാ ബാനർജി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ രാഷ്ട്രപതിയോടുകൂടി പോലും പോരിന് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഏതായാലും ബംഗാൾ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി കടക്കുകയാണ്. ഏതായാലും ഈ വിവാദം ഇവിടെ അവസാനിക്കാൻ സാധ്യതയില്ല. ഇതിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല. തീർച്ചയായും മമതാ ബാനർജി ഒട്ടും വിട്ടുകൊടുക്കാത്ത നേതാവാണ്, നമുക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.